വയനാട്ടിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവ പനമരം ചിക്കല്ലൂരിലുണ്ട് എന്ന് വനംവകുപ്പ് സ്ഥിരീകരിച്ചു. കടുവയെ കണ്ടെത്തുന്നതിനായുള്ള ദൗത്യം തുടരുകയാണ്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ പ്രതികരണം ആദ്യം. കടുവ നിലയുറപ്പിച്ചിരിക്കുന്ന സ്ഥലം ഡ്രോൺ പരിശോധനയിൽ കണ്ടെത്തി കഴിഞ്ഞു. ഇവിടെ പുളിക്കൽ എന്ന് പറയുന്ന വയലിന്റെ നടുക്കിലുള്ള ഒരു കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലത്താണ് ഇപ്പോൾ കടുവ നിലവിൽ റെസ്റ്റിംഗ് പൊസിഷനാണ്. അപ്പോൾ ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം തന്നെ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ഉള്ള ഭാഗങ്ങളെല്ലാം തന്നെ കോർഡൺ ഓഫ് ചെയ്ത് സ്റ്റാഫിനെ നിർത്തി അങ്ങോട്ടേക്ക് പോകാതെ നോക്കിക്കൊണ്ട് ഈ ഒരു ഭാഗത്തേക്ക് നീർവാരം ഭാഗത്തേക്ക് ഒരു ഹാർഡ്ലി ഒരു 1 to 2 കിലോമീറ്റേഴ്സേ ഉള്ളൂ. അപ്പോൾ മിനിമം ഡിസ്റ്റർബൻസ് നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ നൈറ്റിലൂടെ അത് അങ്ങോട്ടേക്ക് പോകുമെന്ന് തന്നെയാണ് നമ്മുടെ അനുമാനം. പിടികൂടേണ്ട ആവശ്യം ഇപ്പോഴില്ല. എന്നിരുന്നാലും കുങ്കിയാനകളെല്ലാം തന്നെ സജ്ജമാണ്. 2 കുങ്കിയാനകൾ വിക്രം ഭരത് ഇവിടെ എത്തിച്ചിട്ടുണ്ട്. അതുകൂടാതെ ഏകദേശം 80 സ്റ്റാഫ് ഇവിടെ പാർക്കുന്നുണ്ട്. അതെ, ഇന്നലെ നമ്മൾ കൺഫേം ചെയ്ത വയനാട് വൈൽഡ് ലൈഫ് സാങ്ച്വറി 112 എന്ന് പറയുന്ന കടുവ തന്നെയാണെന്നുള്ളത് കൺഫേം ചെയ്തിട്ടുണ്ട്. എം കമൽ വിവരങ്ങളുമായി ചേരുകയാണ്. കമൽ, രാത്രി അടക്കം നിരീക്ഷണം തുടരുമെന്നാണ് നേരത്തെ കമൽ റിപ്പോർട്ട് ചെയ്തത്. എങ്ങനെയാണ് ക്രമീകരണങ്ങൾ? മാധു, ഇപ്പോഴും ആ തുരുത്തിൽ ഈ വലിയ പാടശേഖരത്തിന്റെ അരികിൽ കൈതക്കാടുകളൊക്കെ കാണുന്ന ആ ഭാഗത്ത് കടുവ ഇപ്പോഴും അവിടെ തന്നെയാണുള്ളത്. ഇടയ്ക്കിടയ്ക്ക് വനംവകുപ്പിന്റെ ഡ്രോൺ അവിടെ നിരീക്ഷണം നടത്തുന്നുണ്ട്. കടുവ കാര്യമായി അവിടെ നിന്ന് മൂവ് ചെയ്യുന്നില്ല എന്ന് ഉറപ്പുവരുത്തുന്നുണ്ട്. ഒരു ഇടവേളകളിൽ ഡ്രോൺ പറത്തിയാണ് കടുവയെ നിരീക്ഷിക്കുന്നത്. ആ ഭാഗത്ത് മറ്റു ഭാഗത്ത് ജനവാസ മേഖലകളിലൊക്കെ പല ഭാഗത്തായി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നിലയുറപ്പിച്ചിട്ടുണ്ട്. 2 കുങ്കിയാനകളെയും അവിടെ നിർത്തിയിട്ടുണ്ട്. കടുവ ആളുകളുള്ള ഭാഗത്തേക്ക് പോകില്ല എന്ന് ഉറപ്പുവരുത്താനുള്ള കാവലൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല, ഒരു കവറപ്പ് എന്ന നിലയിൽ മയക്കുവെടി സംഘം ഫോറസ്റ്റ് വെറ്ററിനറി സർജൻ അടക്കം സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. നിലവിൽ പക്ഷേ ഉള്ള പ്ലാൻ എന്ന് പറയുന്നത് നേരം ഇരുട്ടുന്നതോടെ കടുവ തനിയെ മൂവ് ചെയ്യും. അത് വനത്തിന്റെ ഡയറക്ഷനിലാണെങ്കിൽ അതിനെ ശല്യപ്പെടുത്താതെ കാട് കയറാൻ അനുവദിക്കുക എന്നുള്ളതാണ്. ഇന്നലെ കണ്ട പടിക്കംവയൽ എന്ന സ്ഥലത്ത് നിന്ന് 3 കിലോമീറ്ററോളം തിരിച്ച് സഞ്ചരിച്ചു. വനത്തിന്റെ ഭാഗത്തേക്കുള്ള ഡയറക്ഷനിലാണ് രാത്രി തിരിച്ച് സഞ്ചരിച്ചിരിക്കുന്നത്. ഇന്ന് ഉച്ചയോടെയാണ് ഈ പ്രദേശത്ത് പനമരത്തിനടുത്ത് ചീക്കല്ലൂർ പാടശേഖരത്തിലെ പുളിക്കൽ എന്ന സ്ഥലത്ത് കടുവയുടെ സാന്നിധ്യം ഉറപ്പിച്ചത്. ഡ്രോണിലടക്കം കടുവയുടെ ദൃശ്യങ്ങൾ കിട്ടിയത്. പിന്നീട് അവിടെ തന്നെ കാവൽ ശക്തമാക്കി കടുവ അവിടെ തുടരുന്നു എന്ന് ഉറപ്പുവരുത്തിയിരിക്കുകയാണ്. ഇനി രാത്രിയായിരിക്കും ഏതെങ്കിലും തരത്തിൽ കടുവ അവിടെ നിന്ന് നീങ്ങുക. അങ്ങനെയാണെങ്കിൽ പ്രദേശത്ത് കൃത്യമായ നിരീക്ഷണവും കാവലും ഒക്കെ ഏർപ്പെടുത്തി സുരക്ഷിതമായി ജനവാസ മേഖലയെ സുരക്ഷിതമാക്കിക്കൊണ്ടുള്ള നീക്കങ്ങളായിരിക്കും വനംവകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക. മാധു, എം കമലാണ് വിവരങ്ങൾ നൽകിയത്.